ഹായ്, എല്ലാവർക്കും പവീസ് വേളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു റെസിപ്പി മാത്രമല്ല ഒരു കുഞ്ഞു വ്ളോഗും കൂടിയായിട്ടാണ് വന്നിരിക്കുന്നത്. തൃക്കാർത്തിക എന്നെടുത്ത കുറച്ച് വീഡിയോസും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ഞാനൊരു സ്വീറ്റ് റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു കാർത്തിക സ്പെഷ്യൽ പൊരിയാണിത്. ഇത് അവൽപ്പൊരി എന്ന് പറയും. ഇതിപ്പോൾ ഞാൻ ബർദുബായ് അമ്പലത്തിനടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഒരു സ്വീറ്റ് റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര ഒന്ന് പാക് കാച്ചി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് പാക് കാച്ചി എടുക്കണം. അപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് അലുത്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് ആവശ്യമായ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് നെയ്യിൽ വറുത്തെടുക്കാം. ഇതിപ്പോൾ തേങ്ങ ഇങ്ങനെ കൊത്തായിട്ട് നമുക്ക് വറുത്തെടുത്തിടാം. അതല്ല എന്നുണ്ടെങ്കിൽ തിരുവിയ തേങ്ങയെ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇത് തേങ്ങാക്കൊത്തായിട്ട് ഒന്ന് നെയ്യിലൊന്ന് വറുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ വേറൊരു പാത്രം കൂടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നെയ്യെല്ലാം ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര എല്ലാം ഇവിടെ നിന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ശർക്കര പാനിയെല്ലാം ഇവിടെ ഒന്ന് അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ കുറച്ചും കൂടി വലിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇതൊന്ന് പാക് കാച്ചിയെടുക്കണം. ശർക്കര നല്ലൊരു പാക് പരുവത്തിൽ കാച്ചിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാക്കൊത്തെല്ലാം ഞാനിവിടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നെയ്യിൽ. ഇതിപ്പോൾ ഇങ്ങനെ പരുവായോ നോക്കാനായിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ശർക്കര പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ പൊരിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാനിതിപ്പോൾ ഇതിലേക്ക് ഒരു 300 ഗ്രാം പൊരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഉരുട്ടി ബോൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷെ ഞാനിതിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിത് വെക്കാൻ പോകുന്നത്. ഇതിപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വിട്ട് വരും. ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുഴഞ്ഞ ഒരു പരുവത്തിലല്ലേ ഇരിക്കും. ഇതിപ്പോൾ തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഇത് വിട്ട് വരും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും തന്നെ ഇത് കണ്ടില്ല, ഇതിപ്പോൾ ഇതിൽ നിന്ന് ഒന്നിനൊന്ന് തൊടാതെ കണ്ട് ഇത് വിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മുടെ പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ഒരു സ്പൈസി ആയിട്ടുള്ള ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതൊരു ദോശയുടെ റെസിപ്പിയാണ്. ഇതിപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി കുറേ സാധനങ്ങൾ ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഉണ്ണിയപ്പത്തിനുള്ള അരി ഞാനിവിടെ നിന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരിയെല്ലാം ഒന്ന് കുതിർന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. കോലം വരയ്ക്കണം. അതുപോലെ തന്നെ കുറച്ച് വിളക്കുകളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ചെയ്ത് വയ്ക്കാൻ പോവാണ്. ആദ്യം തന്നെ ഞാനൊരു പലകയിലാണ് ഞാൻ ആദ്യം ഒന്ന് കോലം വരച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലും കൂടെ ഞാൻ ഒരു കോലം വരയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വിളക്കുകളെല്ലാം ഒന്ന് റെഡിയാക്കി വയ്ക്കാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഈ ഒരു വിളക്ക് വെക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇനി സാധാ നമ്മുടെ മൺവിളക്കാണ് ഞാൻ വെക്കാൻ പോകുന്നത്.
ഇതിപ്പോൾ ഞാൻ ഇന്നലെ തന്നെ എല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ ഞാൻ ബാൽക്കണിയിലൊക്കെ വിളക്ക് വെക്കണമെന്ന് കരുതി ഞാൻ എന്താ ഒരു കുഞ്ഞ് വിളക്ക് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത്തവണ എനിക്ക് ബാൽക്കണിയിൽ വിളക്ക് വയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ബാൽക്കണിയിൽ ഇതാ അവിടെ ഒരു പ്രാവ് വന്നിട്ട് ഒരു കൂട് വെച്ച് മുട്ടയിട്ട് അതിന് അടയിരിക്കുകയാണ്. അപ്പോൾ ഇനി അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് ഇത്തവണ എന്തായാലും ബാൽക്കണിയിൽ എന്തായാലും ഞാൻ വിളക്ക് വയ്ക്കാൻ പോകുന്നില്ല. ഇപ്പോൾ എനിക്ക് ചെടിക്ക് തന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറേ നാളായി. എല്ലാം ഒന്നും കരിഞ്ഞ് വാടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ബാൽക്കണിയിലൊന്നും ഞാൻ വിളക്ക് വയ്ക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ വിളക്കുകളെല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പോയിട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന അരിയെല്ലാം ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ണിയപ്പത്തിനുള്ള മാവാണ് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. പിന്നെ അതിന് ശേഷമാണ് അടമാവ് തയ്യാറാക്കുന്നത്. ഈ അടയുടെ റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് വീഡിയോ എല്ലാം കൂടി ഒത്തിരി ലെങ്ത് ആവണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമാണ് ഞാനിവിടെ ആദ്യം തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അട നമ്മൾ സമയമാകുമ്പോൾ മാത്രമേ തയ്യാറാക്കാറുള്ളൂ. കാരണം ഇതിപ്പോൾ നമ്മൾ വിളക്കെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ഭഗവാനെ നേദിക്കും. അപ്പോൾ ആ ഒരു നേദിക്കുന്ന സമയമാകുമ്പോൾ മാത്രമേ അട തയ്യാറാക്കി എടുക്കുകയുള്ളൂ. ഇത് നേരത്തെ അങ്ങ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാർഡായി പോകും. സോ അപ്പോൾ ഞാൻ ആ ഒരു സമയമാകുമ്പോൾ മാത്രമേ അട ഞാൻ തയ്യാറാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പോയിട്ട് വിളക്ക് വയ്ക്കാം.